ഈ ഉണ്ണീശോയുടെ രൂപം എനിക്ക് കിട്ടിയത് എൻ്റെ ഇടവക പള്ളിയിൽ പോയപ്പോൾ എനിക്ക് തന്നതാണ്. നല്ല ഐശ്വര്യമുള്ള രൂപമല്ലേ ഇത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഈശോയെ കൊണ്ടുവരുമ്പോൾ ഈ ഇത് വയ്ക്കും. നമ്മുടെ പുൽക്കൂട്ടിലൊക്കെ നമ്മളിങ്ങനെ മെത്തയ്ക്ക് ഒരുക്കി വെക്കുന്നത് പോലെ നമുക്കിതിന് ഒരു ഇതൊക്കെ ഉണ്ട്. പാത്രം പോലെ സംഭവം നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് ആണ് ഉണ്ണീശോ ഇതിൽ കിടക്കുന്നത്. നല്ല രസമായിട്ടല്ലേ ഉണ്ണീശോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ കിടക്കുന്ന ഇടവകയിൽ ഓരോ വീടുകളിലും നമ്മുടെ ഇടവകയിൽ കിടക്കുന്നുണ്ടാവും ഓരോ വയ്യാത്തവർ, രോഗികളായി കിടക്കുന്നവർ. അവർക്കൊക്കെ വലിയൊരു ആഗ്രഹമായിരിക്കും എന്തെന്ന്, ഇങ്ങനെ ഇത് പള്ളിയിൽ പോകണം, ഈശോയെ കാണണം എന്നൊക്കെ, എന്തെങ്കിലുമൊക്കെ ചെറിയ സമ്മാനമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് നമ്മുടെ ഇടവക ജനങ്ങൾ സപ്പോർട്ട് വേണം, നമ്മുടെ കുടുംബക്കാർ സപ്പോർട്ട് വേണം. അതുമാതിരി നമ്മുടെ ഇടവക വികാരി അച്ഛന്മാർ ഇങ്ങനെയുള്ള രോഗികൾക്ക് പ്രത്യേക പരിഗണന നമുക്ക് തരികയാണെങ്കിൽ നന്നായിരിക്കില്ലേ. നമ്മുടെ ഇടവകയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ രോഗിയുണ്ട്, അപ്പോൾ ആ രോഗികൾക്ക് നമ്മൾ കൊണ്ടുവരണം, അവരെന്നെ ഒരു ചെറിയൊരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ വേണമെന്ന് ആ വികാരി അച്ഛന്മാർ അത് പറയുകയാണെങ്കിൽ ആ ഇടവകയിലെ എല്ലാ രോഗികൾക്കും പലരിൽ നിന്നുള്ള സപ്പോർട്ടുകൾ കിട്ടും ഇല്ലേ. അപ്പോൾ ഇതെനിക്ക് വലിയൊരു സന്തോഷമായി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സമ്മാനം എനിക്കത് കിട്ടിയതിൽ. അപ്പോൾ ഇനി എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ വർഷവും നോയമ്പ് കാലത്ത്, ഇവിടെ 50-ാം നോയമ്പിൻ്റെ കാലത്ത് ഇങ്ങനെ രോഗികളെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെറിയ സമ്മാനങ്ങളൊക്കെ. ഇത് ഇക്കൊല്ലമല്ല, കഴിഞ്ഞതിന് മുന്നത്തെ ഇക്കൊല്ലം കിട്ടിയത് എനിക്കൊരു ടർക്കിയാണ് കേട്ടോ കിട്ടിയത്. ഇക്കൊല്ലം ടർക്കിയും പിന്നെ നമ്മുടെ ഒരു രൂപമാണ് എനിക്ക് കിട്ടിയത്. രൂപം എന്ന് പറയുന്നത് നമ്മുടെ അന്തോണിസുനാളുടെ ഒരു രൂപമാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അത് അതിൻ്റെ മുന്നത്ത് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെറിയ എന്താ വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരുപാട് മത്സരങ്ങളോ ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് സമ്മാനം ചിലപ്പോൾ വാങ്ങിക്കാൻ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ കിട്ടുന്നവരുണ്ട്. ഒന്നിനും പറ്റാത്ത കിടക്കുന്ന ആൾക്കാർ ഓരോ മത്സരവും കാര്യങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ മേടിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ മനസ്സിന് ഒന്നിനും പറ്റാത്ത ഒരു വ്യക്തികൾക്കൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഇടവകയിലും നമ്മളെ ഈ ഇങ്ങനെ വയ്യാത്ത കിടക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടാവും, ചെറിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്നില്ലെങ്കിൽ വൈദികരാണ് മുൻകൈ എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാരെ പുറലോകത്തേക്ക് നമ്മുടെ ഇടവക ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഇടവകയിൽ ഇരിക്കുന്ന വൈദികർ. ഇനി വൈദികർ അഥവാ അവർക്ക് അതിനുള്ള താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടവക ജനങ്ങൾ വേണം എന്തിന് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഇടവക പള്ളികളിലേക്ക് കൊണ്ടുവരാൻ. പള്ളികളിലേക്ക് തന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ഒന്ന് കൊണ്ടുവരണം എന്ന് നമ്മൾ. പക്ഷേ ഈ വയ്യാതെ കിടക്കുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ ജന്മന വയ്യാതെയായവരാവില്ല. അവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം കൊണ്ട് ഒരു വീഴ്ചകൊണ്ടാവും ചിലപ്പോൾ ഇവർ രോഗികളായിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ ആ രോഗാവസ്ഥയിൽ ആ കിടക്കുന്ന ബെഡിൽ കിടന്നിട്ട് അവരൊഴുക്കുന്ന ആ കണ്ണുനീര്, അപ്പോൾ അവർക്ക് ചെറു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടവക ജനങ്ങൾ കുറേ ഇടവകകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒത്തിരി സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഏതെങ്കിലുമൊക്കെ ഇടവകയുടെ ഇതുപോലെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ വൈദികരും അതുമാതിരി ഇടവക ജനങ്ങളും ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് നമ്മുടെ രോഗികളെ ശുശ്രൂഷിക്കുകയും രോഗികൾക്ക് വേണ്ടി നമ്മൾ ഏത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതുമാതിരി തന്നെ അവരും അങ്ങനെ അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ നമ്മൾ കുറച്ച് സമയം അവരുമായി പങ്കുവയ്ക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഈ കിടക്കുന്നവർക്ക് ആർക്കും ഈ നടക്കുന്നവരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അവരുടെ അടുത്തേക്ക് ഈ നടക്കുന്നവർ എത്തിച്ചേർന്നാലാണ് പറ്റുള്ളൂ. ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേന്ന്. കേട്ടു നോക്കിയാൽ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ആ ഇടവകയിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ വല്ല സ്ഥാപനങ്ങളിൽ കിടക്കുന്നവരായിരിക്കാം. ആദ്യമായിട്ട് കാണണമെന്ന് പറയുമ്പോൾ അത് ആ രോഗികളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ അത് പറയുമ്പോൾ അപ്പോൾ എന്തോരം കുടുംബക്കാരെയും അതുമാതിരി ആ ഇടവക ജനങ്ങളും ആ മക്കൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും
മക്കളെ കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയിപ്പിക്കാൻ ഇടം വരുത്താതെ മാതാപിതാക്കളായാലും അങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ ആരെങ്കിലുമൊക്കെ വയ്യാതൊക്കെ എടുക്കുമ്പോൾ ഒന്ന് പോയി കാണിച്ചു കൊടുക്കുക. അതുമാതിരി ആ മക്കളിലൂടെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. നാളെ ഇവർക്കൊരു നന്മ പ്രവൃത്തി ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ ആ മക്കളൊന്നും വഴിതെറ്റി പോവില്ല. ഇന്ന് മക്കളൊക്കെ വഴിതെറ്റി പോകണതിൻ്റെ എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് അവർക്ക് വേദനയും വിഷമങ്ങളും ഇതൊന്നും കാണിക്കാതെയാണ് വളർത്തുന്നത്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റണില്ല. അപ്പോൾ അടിച്ചുപൊളി ജീവിതമാണെന്ന് എല്ലാവർക്കും അടിച്ചുപൊളി. പക്ഷെ ഒരു നിമിഷം നമ്മൾ ഈ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏത് നിമിഷവും ഒരു ബെഡിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഓർക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളെ തന്നെ ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഉണ്ണീശോയെ ഇതുപോലെ ഉണ്ണീശോയെ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഇവർക്ക് സാമ്പത്തികമാണ് ബുദ്ധിമുട്ട്. പലതരത്തിലും ഇവർ വേദന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ. ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇന്ന് അല്ലാത്ത രോഗം ഇല്ലയെന്ന് പറഞ്ഞാൽ ഇല്ലാത്തവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും രോഗികളാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രോഗികളെ എനിക്കൊന്ന് പോയി കണ്ടോട്ടാ. ശരി കേട്ടാ.